ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കട്ടപ്പനയിലെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ നേരം വെളുത്തിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെ എന്നെ വെട്ടാന്നറിയാം ഗൈസ്. ഈ പച്ചപ്പിനകത്തോടെ ഈ വെട്ടെല്ലാം കൂടെ അടിച്ചിട്ട് നമ്മുടെ കണ്ണ് വരെ മഞ്ഞളിച്ച് പോവാണ്. ഇതോടെ നമ്മുടെ ഇടുക്കി സീരീസ് തീരുകയാണ് ഗൈസ്. രാവിലെ തന്നെ ഞങ്ങൾ കുറച്ച് സ്ഥലത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ഗൈസ്. അതിന് മുന്നേ ദേ ഈ തോട്ടവും പറമ്പും ഒക്കെ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. ഈ സൂര്യൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഈ സ്ഥലമൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം കട്ടപ്പനയിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്നാന്ന് വെച്ചാൽ ജോമൻ ചേട്ടന് വോട്ട് ചെയ്യാനായിരുന്നു ഗൈസ്. അങ്ങനെ ജോമൻ ചേട്ടൻ വോട്ട് ചെയ്യാൻ പോയിട്ട് വന്നിട്ടുണ്ട്. ദേ ഇതാണ് ഗൈസ് ജോമൻ ചേട്ടൻ്റെ അമ്മയും ജോമൻ ചേട്ടനും എല്ലാം വോട്ട് ചെയ്തത് ഞങ്ങളെ കാണിച്ചു തരികയാണ്. അങ്ങനെ വോട്ട് ചെയ്ത ശേഷം ഞങ്ങൾ നേരെ പോയത് തൂക്കുപാലം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ്. അവിടെ ആയിട്ട് ഒരു കാറ്റാടിപ്പാടുണ്ട് ഗൈസ്. നിങ്ങളെ കാണിക്കണം എന്ന് ഓർത്താണ്, പക്ഷേ ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. തൂക്കുപാലം പോയി ജോസൂട്ടൻ്റെ ഒരു ഡ്രസ്സൊക്കെ എടുത്തു. ജോസൂട്ടൻ പക്ഷേ ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. കഴിഞ്ഞ് പിന്നെ വിശന്ന് വലഞ്ഞ് ഞങ്ങൾ ഒരു ബേക്കറി ചെന്ന് കയറി പപ്സും നാരങ്ങ ഒക്കെ കുടിച്ചു. പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് വരാനായിട്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് തന്നെ മേടിച്ചു ഗൈസ്. കടയിൽ കുറേ അധികം ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടു ഗൈസ്. നല്ല രസമായിരുന്നു. അതുപോലെ നല്ലൊരു ലോലിപോപ്പും. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് തുണി എടുക്കാൻ വേണ്ടി പോയി. ഇവിടെ നല്ല വിലക്കുറവുണ്ട് ഗൈസ്, അതുകൊണ്ട് കുറച്ച് ഏറെ മേടിച്ചു. ദേ ഈ ഓഡിറ്റോറിയം കണ്ടു ഗൈസ്. ഇവിടെയാണ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടന്നത്. അതെല്ലാം കഴിഞ്ഞ് അമ്മയോട് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുകയാണ് ഗൈസ്. ഈ ഒരു പാലം ഞങ്ങൾക്ക് വലിയൊരു ടാസ്ക് ആയിരുന്നു, എങ്കിലും സിമ്പിളായിട്ട് തന്നെ നമ്മുടെ വണ്ടി കയറിപ്പോയി. അങ്ങനെ ദേ നമ്മൾ കോട്ടയത്തേക്കുള്ള മടക്കയാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ ദേ ഇവിടുത്തെ വഴി, അതിനെപ്പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. അതുപോലെ സൂപ്പർ വഴിയാണ്. ഒരു വഴിക്കൊരു മലയും കൂടെ കണ്ടു, അടിപൊളി, നല്ല രസം. ഞങ്ങൾ അവിടെ നിർത്തി കുറച്ച് നേരം നിന്നു ഗൈസ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോന്നു. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ തേയിലത്തോട്ടത്തിലേക്ക് നമ്മൾ വന്നു ഗൈസ്. കുറച്ച് നേരം തേയിലത്തോട്ടത്തിന്റെ നടുവിലൂടെയുള്ള യാത്ര. ഹന്തസ്. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് അന്ന് 2 ഫോട്ടോ എടുത്തേക്കാന്ന് ഓർത്ത് ഞങ്ങൾ പിന്നെ ഇറങ്ങി. കുറേ നേരം ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഗൈസ്. എന്ത് വ്യൂ അല്ലേ. അങ്ങനെ ഈ റബ്ബർ തോട്ടങ്ങൾക്കിടയിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. നമ്മുടെ കോട്ടയത്ത് എത്തിയിരിക്കുന്നു. അങ്ങനെ കുഞ്ഞുഞ്ഞിനെ ആക്കി അവന് ടാറ്റയും പറഞ്ഞ് ഞങ്ങൾ നേരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു ഗൈസ്. ഞാനായിരുന്നു ആദ്യം വോട്ട് ചെയ്ത് ഇറങ്ങിയത്. ആളൊന്നും ഇല്ലെന്നുള്ളതിന്റെ സന്തോഷമായിരുന്നു എൻ്റെ മുഖത്ത്. പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റിയല്ലോ. അത് കഴിഞ്ഞപ്പോഴാണ് കന്യോട്ട് ചെയ്ത് അലീനയും വന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ ബൈ.